നമ്മുടെ നാട്ടില് ഈ പുത്തൻ പണക്കാർ പറഞ്ഞ ഒരു ടീമുകളുണ്ട് ഇല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തില് പണം വന്നതിന് ശേഷം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജസ്റ്റ് അവര് ആദ്യം ചെയ്യുന്നത് ഈ റോയൽ ടീമുകൾ ചെയ്യുന്ന പോലെയൊക്കെ അനുകരിക്കും. അതായത് ഒരു കാറ് വാങ്ങും. അപ്പോൾ മറ്റേ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഇരിക്കുന്നവൻ, ഈ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഒരു പുത്തൻ പണക്കാരനാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതായത് ഈ കാറിൽ കയറുന്ന സമയത്ത് തന്നെ, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ കഴിയും. അതായത് കാറിന് ഡോറ് തുറക്കുന്ന സമയത്ത് ആ ഡോറ് കൈ കൊണ്ട് കട്ട 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 കട്ടാതെ ആക്കിയിട്ട് അതിന്റെ ബോൾട്ടൊക്കെ ഇളക്കണ രീതിയിലായിരിക്കും ഇവൻ കാറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ മറ്റേവൻ കാറിലെ ഡോർ തുറക്കുന്നതേ അറിയില്ല, വളരെ സൈലന്റ് ആയിരിക്കും ആ കാർ തുറക്കുന്നത്. ഇവൻ കാർ തുറക്കുന്നതന്നെ ആ ബോൾട്ട് ഇളക്കിയിട്ടായിരിക്കും തുറക്കുന്നത്. പിന്നെ കാറിലേക്ക് ഒരു ഒറ്റ ചാട്ടോടാം. മറ്റേ ചാട്ടം ചാടിയതിന് ശേഷം ഇപ്പൊ ഇവനും ഇവന്റെ ഭാര്യ ഉണ്ടാവും, ഭാര്യയും ചാടിയിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. പിന്നെ അവൻ മുണ്ടും ഷർട്ടാണ് പറഞ്ഞാൽ അവന്റെ മുണ്ട് എന്ന് പറയുന്നത് പകുതി കാറിന്റെ ഉള്ളിലായിരിക്കും, കാറിന്റെ വെളിയിലായിരിക്കും. കൊച്ചമ്മ പുത്തൻ പണക്കാരി കൊച്ചമ്മന്റെ സാരി ഇടാന്ന് സാരി പകുതി ഡോറിന്റെ വെളിയിലായിരിക്കും. എന്നിട്ട് ഡോർ അടയ്ക്കും. പിന്നെ വണ്ടി നല്ല എടുക്കുന്നത് ഒരു 70-80 എടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, സ്റ്റാർട്ടിങ് സ്പീഡ്. അതിനുശേഷം നാട്ടുകാർ പറയും ഇവര് രണ്ടാളുടെയും സാരിയും മറ്റേ മുണ്ടും വെളിയിലാണ് പറയും. അപ്പോൾ അവർ നിർത്തി വീണ്ടും ഈ സാരിയും മുണ്ടും എടുത്ത് ഉള്ളിക്കിട്ടിട്ട് വീണ്ടും ഈ യാത്ര ചെയ്യും. അപ്പൊ അങ്ങനെ ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു പുത്തൻ പണക്കാരന്റെ വണ്ടിയാണെന്ന്. പിന്നെ അടുത്തൊരു നിന്ന് ഇവൻ ഇരിക്കുന്നത് കാറിൽ ഈ മഹാരാജാക്കന്മാർക്ക് ഇരിക്കില്ലേ, അതുപോലെ ആയിരിക്കും കൈ വെച്ചിട്ടുണ്ടാകുക. ഓക്കെ. പിന്നെ അടുത്തത് ഇവന്റെ വണ്ടിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീരിയോ ഉണ്ടാവും, മീൻസ് മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും. ആ മ്യൂസിക് സിസ്റ്റം ഹൈ വോളിയത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാകുക. സാധാരണ നോർമലായിട്ടുള്ള ഒരു റോയൽ ടീമുകൾ ഒരിക്കലും വലിയ ശബ്ദം വെക്കാറില്ല, സ്ലോ പിച്ചിലായിരിക്കും ഒരു പാട്ട് വെക്കുക. പിന്നെ അവിടുത്തെ ഇവന്റെ ആ സിസ്റ്റത്തില്, മ്യൂസിക് സിസ്റ്റത്തിൽ എത്രയാണോ മാക്സിമം വോയിസ് എന്ന് പറഞ്ഞാൽ ആ മാക്സിമം വോയിസിൽ ഇവൻ പാട്ട് കേൾക്കും. ഓക്കെ. പിന്നെ അതിനുശേഷം ഇവൻ ഇറങ്ങുന്ന സമയത്തും ഈ നമ്മളെങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഇവൻ ഇറങ്ങുന്നതും. അതായത് ഡോറിന്റെ ഇത് ആ ബോൾട്ട് ഇളക്കുന്ന രീതിയിലായിരിക്കും. ഇളകും, ചിലപ്പോൾ ഇളകിയിട്ട് ഒറ്റ ചാട്ടോണം. കയറിയതും ഒരു ചാട്ടത്തിലായിരിക്കും, ഇറങ്ങുന്നതും ഒരു ചാട്ടത്തിലായിരിക്കും. ആ ചാട്ടത്തില് പഴയ പോലെ തന്നെ പകുതി ഇവന്റെ മുണ്ട് മറ്റേ ഡോറിന്റെ ഉള്ളിലായിരിക്കും, കൊച്ചമ്മന്റെ സാരി പകുതി ഉള്ളിലായിരിക്കും. ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവൻ ഒരു പുത്തൻ പണക്കാരനാണെന്ന്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു